ഹലോ കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേൻ്റെ കൂടിയിലെ ഒരു ദിവസം. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് പയ്യന്നൂരിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ കൂടിയിലെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ രാവിലെ ഞാൻ എണീറ്റപാടാണ് കേട്ടോ. അമ്മയില്ലത് കൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിന്. കൂടെ സഹായിക്കാൻ ഒരാളും കൂടി ആയല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റിന്. രാവിലെ എന്തോ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ചെറുതായിട്ട് പൊടിയുന്നതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് അച്ഛനും മക്കളും എണീറ്റിട്ട് ഇതാ ഇവിടെ എന്തോ കലാപരിപാടിയിലാണ്. അങ്ങനെ ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. അപ്പോഴത്തേക്ക് അമ്മ കട്ടൻ ചായ ആക്കിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ തലേന്ന് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിന് കേട്ടോ. അമ്മ അത് കുക്കറിൽ വേവിക്കാനും വെച്ചു. അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അത് കുറച്ച് നല്ലോണം സോഫ്റ്റ് ആയിപ്പോയി. അപ്പോൾ പരത്താൻ ചിലപ്പം വിഷമമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ചും കൂടെ പൊടിയിട്ടിട്ട് കുഴക്കുവാണേ. അപ്പം നന്ദു അവിടെ നിന്ന് ഇങ്ങനെ കുത്തമ്മമ്മയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ പോയിട്ട് കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. മത്തിയാണ് കേട്ടോ, 100 രൂപക്ക് 6 മത്തിയാണേ കിട്ടിയത്. പിന്നെ അതിലൊരു അയിലക്കുട്ടനെ കാണുന്നുണ്ടാവും അല്ലേ, അത് അപ്പുറത്തെ അമ്മ ഇന്ന് അയിലയാണ് വാങ്ങീനെ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു അയില അമ്മ ദൈവന് കൊടുത്തേന്ന് പറഞ്ഞിട്ട് ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ അമ്മ രാവിലെ എന്തോ ആവശ്യത്തിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിനി. അങ്ങനെ പിന്നെ അമ്മയോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നു. അമ്മ എന്തോ ചവിട്ടീൻ്റെ കാര്യം ഞാൻ അന്നേരം അമ്മേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ സിറ്റ് ഔട്ടിലിടുന്ന ചവിട്ടിയില്ലേ, അത് നല്ല ചവിട്ടിയാന്ന് എന്തോ അമ്മ പറഞ്ഞിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞു അത് മോശമായി പോയി, ഇനിയിപ്പം പുതിയത് വാങ്ങാനായി എന്നല്ല ഇങ്ങനെ അമ്മയോട് പറയലായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മേനോട് വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ നേരെ ഇതാ നന്ദുവിന് കുറച്ച് എഴുതാനുണ്ടായിരുന്നേ. അപ്പോൾ തലേ ദിവസം കുറേ എഴുതി. പിന്നെ ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് തീരെ കഴിയുന്നുണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു രാവിലെ എഴുതാമെന്ന് പറഞ്ഞിട്ട് അത് A4 പേപ്പറിൽ എന്തോ പഴഞ്ചൊല്ലുകളോ അങ്ങനെയെല്ലാം എഴുതിക്കൊണ്ട് പോകാനുള്ളതാണ്. അപ്പോൾ മാർജിനെല്ലാം കറക്റ്റായിട്ട് വരച്ചു കൊടുത്ത് പിന്നെ കുറച്ച് വരയെല്ലാം ഇട്ട് കൊടുത്താലേ നന്ദുവിന് നേരെ എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ തെക്കുന്ന് തുടങ്ങിയ വടക്കോട്ട് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ വളഞ്ഞും പൊളിഞ്ഞെല്ലാം ആയിപ്പോവും. അങ്ങനെ ഞാനിതാ മാർജിനെല്ലാം വരച്ച് നന്ദുവിന് പേപ്പറിൽ വരയെല്ലാം ഇട്ട് കൊടുക്കുവാണേ, എന്നാലേ നല്ല നീറ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ ദേവൂട്ടി പിന്നെ സൈഡിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദുവിന് വരയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്ദു ഇതാ നോക്കി എഴുതുവാണ്. ഞാൻ ഫോണിൽ നോക്കിയിട്ട് കുറച്ച് പഴഞ്ചൊല്ലുകൾ ഒരു പേപ്പറിലേക്ക് പകർത്തി എഴുതിയിട്ടുണ്ടായിന്. അപ്പോൾ അത് നോക്കിയിട്ട് നന്ദു എഴുതിക്കൊണ്ട് നിൽക്കുവാണ്. പ്രതിയായിട്ടും പിന്നെ രാവിലെ എന്തോ ഭയങ്കരമായ ചിന്തയിലാണ് കേട്ടോ. മഴക്കാലമായതുകൊണ്ട് തന്നെ പണി തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ചിരിക്കലാണ്. അപ്പോഴത്തേക്ക് അമ്മ ചപ്പാത്തി വരത്തി തുടങ്ങിയിട്ടുണ്ടായിനെ. അമ്മ നല്ല അടിപൊളിയായിട്ട് ചപ്പാത്തി വരത്തും കേട്ടോ. നല്ല ഷേപ്പിൽ റൗണ്ടാക്കിയിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല വലുപ്പത്തിൽ അമ്മ പരത്തും. എനിക്ക് അങ്ങനെ ഷേപ്പിലൊന്നും പരത്താൻ പറ്റൂല കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ വേഗം കടലക്കറി ആക്കാൻ വേണ്ടി പോയി. അപ്പം കടല നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞാനിതാ കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയും ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, പേസ്റ്റ് ആയാലും ഇട്ട് കൊടുക്കുക. പക്ഷേ എൻ്റെ അടുത്ത് തീർന്നിട്ടുണ്ടായിനെ. ഇനിയെല്ലാം വാങ്ങിക്കണം, സാധനങ്ങളെല്ലാം ഏകദേശം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇനിയെല്ലാം വാങ്ങണം. അങ്ങനെ ഈ ഉള്ളിയും തക്കാളിയും ഒന്ന് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി കാശ്മീരിയും മറ്റേ സാധാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അതും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ചിക്കൻ പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക, മീറ്റ് മസാലയോ എന്തെന്നാ ഉള്ളത് വെച്ചാൽ എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. അങ്ങനെ ഞാനിപ്പം ചിക്കൻ പൊടി മാത്രമാണ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പൊടീൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് വഴറ്റാൻ വെച്ചിട്ട് ഞാൻ വേഗം കുറച്ച് കടല എടുത്തിട്ട് അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ തേങ്ങയൊന്നും അരക്കാണ്ട് അതേ കടലക്കറി വെക്കുന്നത്. അപ്പോൾ ഇതാ കുറച്ച് കടല എടുത്തിട്ട് ഒന്ന് ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കടല ഞാനിതാ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ കടല വേവിച്ച വെള്ളം തന്നെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ പച്ചവെള്ളം ഒന്നല്ല ചേർക്കുന്നത്, ആ കടല വേവിച്ച വെള്ളം തന്നെയാണ് കേട്ടോ ചേർക്കുന്നത്. അങ്ങനെ നമ്മളെ അരപ്പ് തേങ്ങയല്ല കടലയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും അരക്കാട്ടോ. ഞാൻ പിന്നെ തേങ്ങ അരച്ചിട്ടൊന്നുമില്ല, കടല മാത്രമാണ് അരച്ചിട്ടുള്ളത്. അങ്ങനെ കടല നമ്മൾ ആ മസാലയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മളെ വേവിച്ച് വെച്ച കടല നമുക്ക് അതിലേക്ക് തട്ടി കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വേവിച്ച വെള്ളം തന്നെ അവിടെ ബാക്കിയുണ്ട്, ആ വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ കടലയും ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കടലക്കറി റെഡിയായിട്ടാണ്. അപ്പോൾ ഞാനിത് അങ്ങനെ ഒരുപാട് വെള്ളമാക്കലില്ല കേട്ടോ. എനിക്ക് ഇതേപോലെ കടലക്കറി വെക്കുമ്പോൾ
കുറച്ചിങ്ങനെ ഒരു ഉറച്ച ടൈപ്പിലാണ് കേട്ടോ ഇഷ്ടം. ഒരുപാട് ഗ്രേവി ആക്കാണ്ട്, എന്നാൽ ഭയങ്കര വറ്റിയിട്ടുമല്ല, കുറച്ച് ഗ്രേവി ആയിട്ടുള്ള കറിയാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ ഇതാ എൻ്റെ കടലക്കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പുറത്തേക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ ദോശക്കല്ല് വെച്ചിട്ട് ഇതാ ചപ്പാത്തിയും ചുടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മക്കൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ. അങ്ങനെ വേഗം ഞാൻ ചപ്പാത്തിയെല്ലാം ചുട്ടിട്ട് വരുമ്പോഴത്തേക്ക് മക്കൾ രണ്ടാളും കുളിയെല്ലാം കഴിഞ്ഞ്, ഞാൻ തന്നെയാണ് ദൈവനെ കുളിപ്പിച്ചത് കേട്ടോ. അതിൻ്റെ ഇടയിലൊന്നും ഓടിപ്പോയിട്ട് ഞാൻ കുളിപ്പിച്ചിട്ടുണ്ടായിനെ. അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. നന്ദു അപ്പോഴത്തേക്ക് കുളിയെല്ലാം കഴിഞ്ഞ് യൂണിഫോം ഇട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതാ ദേവൂട്ടീനെ ഫുഡ് കഴിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ പിന്നെ വേഗം ദേവൂട്ടീൻ്റെ അടുത്ത് വരുന്നിട്ട് ചപ്പാത്തി ഇങ്ങനെ കൊടുക്കുകയെന്ന് കേട്ടോ. എന്ത് പറ്റിയെന്ന് അറിയില്ല, ഞാനവിടെ പോയിരുന്നേരുണ്ട്. നന്ദു വേഗം എനിക്ക് ഒരു വായി ചപ്പാത്തി എടുത്ത് വായിൽ വെച്ച് തന്നു കേട്ടോ. അത് കണ്ടിട്ട് ദേവു പറഞ്ഞു, അമ്മയെ ഞാനും വെച്ച് തരാം എന്നിട്ട് ദേവു എനിക്ക് വായിൽ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം ഞാൻ ദേവുവിനെ ഒന്ന് പകുതി ഫുഡ് കഴിപ്പിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവളോട് ഒറ്റക്ക് കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാനിനി ദേവുവിൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം എടുത്തു വെക്കുവാന്ന് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിതാ പ്രതിയായിട്ടിനുള്ള ഫുഡും കൊണ്ടുവച്ചിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൽ അമ്മ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് ഹാളിലേക്ക് മാറ്റിയത് ചായ കുടിയെല്ലാം. അങ്ങനെ ഞാനിതാ ദേവൂട്ടിക്ക് ചപ്പാത്തി ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുവാനേ. ഒരു ചപ്പാത്തി അല്ലെങ്കിൽ ഒരു ദോശ അങ്ങനെ എന്താണെങ്കിലും ഒരെണ്ണം വെച്ചിട്ടേ ഞാൻ കൊടുത്തേക്കലില്ല കേട്ടോ. ഇവരൊരു 10:30-11 മണിക്ക് ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ 12 മണിയാകുമ്പോൾ തന്നെ ചോറ് കഴിക്കാനാവുമല്ലോ. അതുകൊണ്ട് ഒരുപാടൊന്നും കൊടുത്തേക്കലില്ല. പിന്നെ ചില ദിവസം പാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ചൊവ്വാഴ്ച എടുത്ത വീഡിയോ ആണ്. ചൊവ്വാഴ്ച പാലുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ ചപ്പാത്തിയും കുറച്ച് കടലക്കറിയും മാത്രമേ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം വരുമ്പം ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ കടല ഫുള്ള് പാത്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കടലക്കറിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. പിന്നെ ഞാൻ സ്കൂളിൽ കൊടുത്തു വിടുമ്പം കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കറിയെല്ലാം കൊടുത്തു വിടുന്നത് കേട്ടോ. അങ്ങനെ ദേവുവിൻ്റെ ടിഫിൻ ബോക്സ് എല്ലാം റെഡിയാക്കി. പിന്നെ എന്നിട്ട് ഇതാ വേഗം രണ്ടാളെ വാട്ടർ ബോട്ടിലും വെള്ളമെല്ലാം നിറക്കുവാന്ന് കേട്ടോ. ജലദോഷം ശരിക്കും മാറാത്തത് കൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെലിച്ചിൽ വരുന്നുണ്ടല്ലേ, ശ്വാസം മുട്ടുള്ളതുപോലെ വരുന്നുണ്ട്. അതാ ഇനിയും എനിക്ക് ജലദോഷം മാറിയിട്ടില്ല. പിന്നെ ഭയങ്കര ചുമയുണ്ട്, കഫത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തൊണ്ടയിൽ നിന്ന് ഇങ്ങനെ ഒരു വെലിച്ചിൽ പോലെ കേട്ടോ. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ബുദ്ധിമുട്ട്. അങ്ങനെ ഇതാ രണ്ടാളും ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നെ പാത്രത്തിലെടുത്ത് വെക്കുവാണ്. ചോറിനയുടെ പ്ലേറ്റും പിന്നെ അതുപോലെ പാലുള്ള ദിവസം കപ്പ് കൊടുത്തേക്കണം. അങ്ങനെ ഒരു കപ്പും പിന്നെന്താ വാട്ടർ ബോട്ടിലും ബുക്കും ടൈം ടേബിൾ നോക്കിയിട്ട് ബുക്കും എല്ലാം എടുത്ത് വെക്കുവാണ്. അപ്പോൾ ദേവൂട്ടി അപ്പുറത്തെ എവിടെയോ കളിക്കുന്നുണ്ട് കേട്ടോ. നന്ദു പിന്നിതാ മുടീൻ്റെ ജടയെല്ലാം കളഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നോട് എന്തെല്ലോ കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ദേവൂട്ടിൻ്റെ ബോക്സെല്ലാം ഒന്ന് നോക്കുവാണ്, എല്ലാം ഇല്ലേ. കൊടുത്തു വിട്ടിന് കാര്യമൊന്നുമില്ല കേട്ടോ. വൈകുന്നേരം വരുമ്പോഴത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷം തന്നെ 3 ബോക്സ് ക്രയോൺസ് എങ്ങാനും വാങ്ങിക്കൊടുത്തു കേട്ടോ. തിരിച്ച് വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇതാ ഞാൻ എല്ലാം രണ്ടാളെ ബാഗിലും എല്ലാം എടുത്തു വെച്ച് കൊടുക്കുവാണ്. നന്ദുവിൻ്റെ ബാഗിൽ പിന്നെ ഓളെന്നെ എല്ലാം നോക്കിയിട്ട് എടുത്ത് വെച്ചോളും. പിന്നെ ഞാൻ ചില ദിവസം കുപ്പിയും പ്ലേറ്റും എല്ലാം ഞാൻ വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ നന്ദു തന്നെ സ്വന്തമായിട്ട് ചെയ്യും കേട്ടോ. കൂടുതലും നന്ദു തന്നെ സ്വന്തമായിട്ട് ചെയ്യൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം മുതലേ ഉള്ള കാര്യങ്ങളെല്ലാം ഓൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അല്ലെങ്കിൽ രണ്ടാളെ കാര്യം ചെയ്യുമ്പം കുറച്ച് വിഷമമായിരിക്കും. ഇതിപ്പം നന്ദു എല്ലാം നന്ദുവിൻ്റെ കാര്യം സ്വന്തമായിട്ട് ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ ഇതാ രണ്ടാളെ ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്തു വെച്ച് ബാഗ് റെഡിയാക്കി കൊടുത്തു. അപ്പോഴേക്കും ഇതാ ദേവൂട്ടി എത്തിയിട്ടുണ്ട്. പിന്നെ വേഗം ദേവൂട്ടിക്ക് യൂണിഫോം എല്ലാം ഇട്ട് കൊടുത്ത് റെഡിയാക്കുമെന്ന്. ചില ദിവസങ്ങളിൽ യൂണിഫോം ഇട്ട് കൊടുക്കുമ്പോൾ ദേവൂട്ടി പറയും എനിക്ക് ഇന്ന് യൂണിഫോം വേണ്ട, എനിക്ക് ബനിയം മതി എന്ന് പറഞ്ഞിട്ട് കരയലുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ യൂണിഫോം തന്നെയാണ് ഇട്ട് കൊടുക്കുക. ബുധനാഴ്ച മാത്രമേ കളർ ഡ്രസ്സ് ഇട്ട് കൊടുക്കൂല കേട്ടോ. അങ്ങനെ ഇതാ യൂണിഫോമെല്ലാം ഇട്ട് കൊടുത്തു ഒരു വിധത്തിൽ. പിന്നെ ഒരു പൊട്ടെല്ലാം വെച്ച് കൊടുത്ത് മുടിയെല്ലാം ഒന്ന് വാരി കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ തല കുളിച്ചിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മുടി വല്ലാണ്ട് പാറിക്കിടക്കുന്നുണ്ടായിനെ. അതുകൊണ്ട് ഞാൻ പിടിച്ചൊരു കൊമ്പെല്ലാം കെട്ടിക്കൊടുത്തു. എല്ലാ ദിവസവും ഒന്നും മുടി കെട്ടാൻ വിടൂല. ദേവൂട്ടിൻ്റെ മൂടനുസരിച്ചിരിക്കും മുടി കെട്ടിക്കൊടുക്കുന്നത്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ സൈഡിലേക്ക് വാരിയിട്ട് 2 ക്ലിപ്പും കുത്തി കൊടുക്കും കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ രണ്ടാളും ഇതാ സുന്ദരി കുട്ടികളായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാ ഓരോ ഉമ്മയെല്ലാം തന്നിട്ടാണ് പോകാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇവരെ നമ്മളപ്പുറത്തെ ഗിരീഷേട്ടനില്ലേ, ഉണ്ണീൻ്റെ അച്ഛൻ, ഗിരീഷേട്ടൻ പോകുമ്പോൾ സ്കൂളിൽ വിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിനെ. അങ്ങനെ ഗിരീഷേട്ടൻ്റെ വീട്ടിലേക്കാണ് രണ്ടാളും പോകുന്നത്. പക്ഷേ പ്രതിയേട്ടൻ കൊണ്ടാക്കാൻ പോകുമ്പോൾ എനിക്കറിയാം അവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മളെ ദേവൂട്ടീൻ്റെ സ്വഭാവം മാറുന്നു. ദേവൂട്ടിനെ നമ്മളാരെങ്കിലും കൊണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ ദേവൂട്ടിക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സ്കൂളിൽ കൊണ്ടാക്കാൻ പോക്കേയില്ല. പിള്ളേരെ കൂടെ തന്നെയാണ് സ്കൂളിലേക്ക് വിടൽ. അപ്പോൾ ഇന്നെന്തായാലും അച്ഛനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇതാ അപ്പുറത്തെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോയതാണ്.
പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ടും ഇവരെ കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി മിക്കവാറും ഇപ്പോൾ തിരിച്ച് വരുന്നേ. അങ്ങനെ ഞാൻ പിന്നെ ഇത് ഇറയെ തന്നെ ഫോണും പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ട് നന്ദു പോയിട്ടുണ്ടായിനി. ഇതാ അച്ഛനും മോളും തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടി എങ്ങനെയും ഗിതേഷേട്ടൻ്റെ വണ്ടിയിൽ കയറുന്നില്ല, അച്ഛൻ കൊണ്ടാക്കിയാൽ മതി എന്നും പറഞ്ഞിട്ട് അങ്ങനെ അച്ഛനും മോളും തിരിച്ച് വന്നിട്ട് ഇതാ വീണ്ടും സ്കൂട്ടി എടുത്തിട്ടാണ് സ്കൂളിലേക്ക് പോയത്. പൃഥ്വിയേട്ടൻ മക്കൾക്ക് വേണ്ടിയിട്ട് പുതിയ സ്റ്റഡി ടേബിൾ ആക്കുവാന്ന് കേട്ടോ. അപ്പുറത്തെ ഏട്ടൻ്റെ വീട്ടിൽ മുകളിൽ ഷീറ്റ് ഇടുമ്പം ബാക്കി കുറച്ച് കമ്പി ഉണ്ടായിനെ. അപ്പോൾ അത് അവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക ഫ്രെയിമാ ഇതേപോലെ അവരടിച്ച് തന്നിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ പ്ലൈവുഡിൻ്റെ കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒരു മേശ സെറ്റാക്കണം. അതിൻ്റെ ഇടയിൽ നമ്മളെ ഹരിതകർമ്മ സേനേൻ്റെ ചേച്ചി പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ പ്ലാസ്റ്റിക്കെല്ലാം കൊടുത്തു. പിന്നെ അത് മാസം മാസം കൃത്യമായിട്ട് വരും കേട്ടോ. എല്ലാ മാസവും നമ്മൾ പ്ലാസ്റ്റിക് കൊടുക്കും. അങ്ങനെ അതെല്ലാം കൊടുത്തു രാവിലെ തന്നെ. അപ്പോഴത്തേക്കാണ് അമ്മ ഇതാ ദേവൂട്ടിൻ്റെ ആധാർ എനിക്ക് കൊണ്ടുത്തന്നത് കേട്ടോ. പയ്യന്നൂരിൽ നിന്നാണ് ആധാറാക്കിനി. അപ്പോൾ അമ്മ വരുമ്പം അവിടെ നിന്ന് അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് ലാമിനേഷൻ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിനെ. അങ്ങനെ നമ്മളിതാ പ്രതിയാടിന് ഇവിടെ പ്ലൈവുഡിൻ്റെ അളവെടുക്കലല്ലാന്ന് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച ആ മേശയില്ലേ അതിൻ്റെ മുകളിൽ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ അളവെടുത്തുകൊണ്ട് കൊടുക്കുക, മുറിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് അതിൻ്റെ മുകളിലിടാൻ വേറെ കഷ്ണങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ നമ്മളെ കട്ടിലിൻ്റെ മുകളിൽ ഒരു എക്സ്ട്രാ പ്ലൈവുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെടുത്തിട്ട് അതിൻ്റെ ഒരു കഷ്ണം മുറിച്ചിട്ടിടാന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അത് മുറിക്കാൻ വേണ്ടിയിട്ട് പ്രതിയാടൻ എന്നോട് പറഞ്ഞു ഒന്ന് വന്ന് പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും കൂടെ പോയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഫോൺ ഞാനവിടെ കസാരേൻ്റെ കാലിന് ചാരി വെച്ചിട്ടാണ് പോയിന്. അപ്പം ഞാൻ പറഞ്ഞേ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നിട്ടുണ്ടായിന്. അപ്പോൾ പ്ലാസ്റ്റിക് എടുക്കാൻ വന്ന സമയത്ത് ഞാൻ ഈ ഇറയത്ത് മൊത്തം പ്ലാസ്റ്റിക്കും തട്ടിയിട്ട് അതിൻ്റെ അകത്തെ പൊടികളും കാര്യങ്ങളെല്ലാം തട്ടിയിട്ടിട്ടാണ് കേട്ടോ അവർക്ക് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതാണ് ഫുള്ള് ഇറയത്ത് പൊടികൾ കാണുന്നത്. അപ്പോൾ അത് അടിച്ചു വരാൻ നോക്കുമ്പോൾ പ്രതിയേട്ടൻ തന്നെ അത് പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അപ്പോൾ ഇപ്പോൾ വീഡിയോയിലാണ് ഞാനത് കാണുന്നത് കേട്ടോ. ഇറയാൻ ഫുള്ള് വൃത്തികേടായിട്ട് കാണുന്നുണ്ട്. ഫുള്ള് ഉറുമ്പ് വന്ന് മൊത്തം കാട്ടാന്ന് കേട്ടോ. അപ്പോൾ അത് പിന്നെ പ്രതിയേട്ടൻ പണിയെടുത്തതിൻ്റെ കുറേ പൊടികളും ഉണ്ട്. പിന്നെ നമ്മളെ പ്ലാസ്റ്റിക് തട്ടിയതിൻ്റെ അതിൻ്റെ എല്ലാം പൊടിയാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ പിന്നെ ഇതാ പ്രതിയേട്ടൻ്റെ അപ്പുറം അതെല്ലാം സഹായിച്ചു കൊടുത്തു. അതിൻ്റെ ഇടയിൽ പ്രതിയേട്ടൻ്റെ കണ്ണിൽ നിറച്ചും പൊടിയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ആ പൊടിയെല്ലാം എടുത്തു കൊടുത്ത് അങ്ങനെ അതെല്ലാം മുറിക്കാൻ സഹായിച്ചു കേട്ടോ. ഒറ്റക്കാവുമ്പോൾ അത് ചിലപ്പോൾ ഫ്ലൈവുഡ് അല്ലേ, അധികം കട്ടിയില്ലാത്തതല്ലേ, അപ്പോൾ അത് പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും കൂടെ പോയി പിടിച്ചു കൊടുത്തേ. അപ്പോഴത്തേക്ക് പിന്നെ അപ്പുറത്തുനിന്ന് അമ്മയും പിന്നെ നമ്മളപ്പുറത്തേക്ക് അമല ചേച്ചിയെല്ലാം വന്നിട്ട് പിന്നെ കുറേ സമയം ഇങ്ങനെ വർത്താനം പറഞ്ഞു തന്നിട്ട് സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിട്ടില്ല. പിന്നെ ഞാനും അമ്മയും ചായ കുടിക്കാനിരുന്നു. സമയം ഒരുപാട് വൈകിട്ടുണ്ടായിനെ. പിന്നെ ചപ്പാത്തിയും കടലക്കറിയും ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ ചപ്പാത്തി 2-3 എടുത്തിട്ടുണ്ടായിനെ. പക്ഷേ അതിൻ്റെ ഇടയിൽ ഇതാ അമ്മ നൂൽപുട്ട് കൊടുത്തതിട്ടുണ്ടായിന് അപ്പുറത്തുനിന്ന്. അപ്പം ഞാൻ പിന്നെ നല്ല ചപ്പാത്തി അങ്ങോട്ടേക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നൂൽപുട്ടും കടലക്കറിയാണ് കേട്ടോ എടുത്ത് കഴിച്ചത്. ചായ കുടിച്ചിട്ട് പിന്നെ നേരെ ഞാൻ അരി എടുപ്പത്തിട്ട് തുണി കഴുകാൻ പോയിട്ടാ. അപ്പം അമ്മ ബാക്കി അടുക്കളയിലെ പണികളെല്ലാം ചെയ്ത് അടുക്കളയെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച പനിയായതുകൊണ്ട് അടുക്കളയിൽ കയറലുണ്ടോയെന്ന് ചോദിച്ചാൽ കയറലുണ്ട്. ജസ്റ്റ് കുക്ക് ചെയ്തല്ല എങ്ങനെയും ഒപ്പിച്ച് ആക്കിയിട്ട് പോലാന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് അമ്മ വന്ന് ഫുള്ള് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അതോട് കുറേ ആശ്വാസം. അപ്പോഴത്തേക്ക് ഞാൻ അലക്കി കുറച്ചപ്പുറത്ത് അമ്മേൻ്റെ മെഷീനിൽ അലക്കലും ഈ പറയുന്ന പോലെ കഴിയാത്തതുകൊണ്ട് 2-3 ദിവസമായി അലക്കാത്തത്. അതുകൊണ്ട് കുറച്ച് തുണിയെല്ലാം അമ്മേൻ്റെ മെഷീനിൽ കൊണ്ടിട്ടു. പിന്നെ യൂണിഫോമും കാര്യങ്ങളെല്ലാം മെഷീനിലിട്ടാൽ വൃത്തിയാവില്ല. അപ്പോൾ അതെല്ലാം ഇടുന്ന് പുറത്തുനിന്ന് അലക്കിയട്ടാ. അപ്പോഴത്തേക്ക് ഇതാ നല്ല മഴ വരുന്നുണ്ട്. ഇനിയിപ്പോൾ അമ്മ ഒരു കഷ്ണം കടച്ചക്ക കൊണ്ടുത്തന്നു നേരത്തെ ഇളയമേൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അതുണ്ട്, അത് കറി വെക്കാമെന്ന് വിചാരിക്കുന്നത്. പിന്നെന്താ മത്തി വാങ്ങിനേട്ടാ. ഇന്ന് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മളിന്ന് മത്തി വാങ്ങിയിട്ടുണ്ട്. 360 റുപ്യാണ് കേട്ടോ മത്തിക്ക്. 100 രൂപക്ക് 6 മത്തി കിട്ടി. ഞാൻ രാവിലെ കാണിച്ചു തന്നിട്ടില്ലല്ലേ. അപ്പം മത്തി ഉണ്ട്. മത്തി മുറിച്ചിട്ട് മത്തി വൈകുന്നേരം എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. 2 നേരത്തേക്കൊന്നും അത് ഉണ്ടാവില്ല. അപ്പം മക്കൾ വൈകുന്നേരമല്ലേ ഉണ്ടാവുമല്ലോ. അപ്പം എല്ലാവർക്കും കൂടെ വൈകുന്നേരം അത് പൊരിക്കാമെന്ന് വിചാരിക്കുന്നത്. കഴിഞ്ഞാ അമ്മ അപ്പോഴത്തേക്ക് ഇതൊക്കെ കറീൻ്റെ കഷ്ണമെല്ലാം മുറിച്ച് തന്നിട്ടുണ്ട്. കടച്ചക്കി ഉരുളക്കിഴങ്ങും എല്ലാം. അത് പിന്നെ ഞാൻ വേഗം കുക്കറിൽ വേവിക്കാൻ വെച്ചു. പിന്നെ ഞാൻ വേഗം മീൻ മുറിച്ചിട്ട് അതിൻ്റെ തല മാത്രം വറുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. ഒരു മീനും ബാക്കി തലയും വറുക്കാൻ വെച്ചു. ബാക്കി ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വെച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അത് ഞാൻ വിചാരിച്ച കുറേ നാളായി ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്തിട്ട്, അപ്പം കുറച്ച് സമയത്ത് ഞാൻ ഫ്രിഡ്ജ് തുറന്നാടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മയും കൂടി ഉണ്ടല്ലോ, അപ്പോൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ ആളായല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഫ്രിഡ്ജൊന്നങ്ങനെ ഫുള്ളെടുത്ത് പുറത്ത് വെച്ചിട്ട് അങ്ങനെ ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഓരോ സാധനങ്ങൾ മാത്രം, ഈ സൈഡ് ഭാഗം ഞാൻ എടുത്തിട്ടേ ഇല്ല കേട്ടോ. അല്ലാണ്ട് മറ്റേ ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ ആടെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി, നമ്മളെ പച്ചക്കറി ഇടുന്ന അടിയിലെ ഒരു പാത്രമില്ലേ അതെല്ലാം കഴുകി വൃത്തിയാക്കി അത്ര പോലെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ സൈഡിൽ അങ്ങനെ അത്രക്ക് മണ്ണോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ആടെ നമ്മൾ അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമല്ലേ വെക്കൽ. അധികവും ഞാനിങ്ങനെ എന്തെങ്കിലും കുപ്പികൾ അങ്ങനെയെല്ലാം വന്നിട്ട് ആ സൈഡിൽ വെക്കൽ, വെള്ളവും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ ആടെ അത്രക്കൊന്നും അഴുക്കൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പുറത്തെ ഭാഗത്താണ് കൂടുതലും നമ്മൾ ഈ കറികളും അതും ഇതും വെക്കുമ്പം ചിലപ്പോൾ ആടെയെങ്കിലും ഉറ്റിയിട്ടും ആക്കിയിട്ടും അങ്ങനെയെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് ആ ഭാഗമെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. ഞാൻ ഫ്രിഡ്ജെല്ലാം വൃത്തിയാക്കിയിട്ട് പോകുമ്പോഴത്തേക്ക് ഇവിടെ അമ്മയും മോനും കൂടി ഇതാ ഈ റൂമിൽ ഫുള്ള് മാറ്റം വരുത്തു വന്നിട്ട്. നമ്മളെ ബെഡ്റൂം അല്ല, നമ്മൾ കിടക്കുന്നതല്ല, ഇപ്പുറത്തെ റൂം ഇതേപോലെ അമ്മയോ ആരെങ്കിലും വരുമ്പം കിടക്കുന്ന റൂമാണ്. അപ്പോൾ നമുക്ക് പുതിയ മേശ ഈ റൂമിൽ കൊണ്ടിടണമല്ലോ, അപ്പോൾ കുറച്ച് സ്ഥലമെല്ലാം വേണം. അങ്ങനെ കട്ടിൽ ഇതാ തിരിച്ചിട്ടു, അതുകൊണ്ട് കുറേ സ്പേസ് അവിടെ കിട്ടി. അങ്ങനെ ഫുള്ള് വലിച്ചു വാരി പുറത്തിട്ടിട്ടില്ല കേട്ടോ റൂമിലെ കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ഇത് അമ്മ പാവ ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുവാണേ. എനക്കാണെങ്കിൽ സ്കൂളിൽ മീറ്റിങ്ങിനും പോകണം. അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇതാ ദേവൂട്ടീൻ്റെ സ്കൂളിലെ മീറ്റിങ്ങിന് പോവാന്ന് കേട്ടാ. അപ്പം അമ്മ അകത്ത് ഭയങ്കര പരിപാടികളിലാണ്. ദേവൂട്ടി കുടയെടുക്കാണ്ടാണ് രാവിലെ പോയിന്, അതുകൊണ്ട് കുടയെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം മഴയൊന്നുമില്ല, എന്നാലും സ്കൂൾ വിടുന്ന സമയത്ത് മിക്കവാറും മഴയായിരിക്കും. അപ്പോൾ സമയം 1:50 ആയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കാണ് മീറ്റിങ്. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണം, ഭയങ്കര കാലുവേദന. പിന്നെ ദേവൂട്ടീൻ്റെ സ്കൂളിൽ ആദ്യമായിട്ട് മീറ്റിംഗ് വെച്ചല്ലേ, അന്നേരം പിന്നെ പോകാണ്ടിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം കേട്ടോ. ഇന്നലെ നന്ദുവിൻ്റെ മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ അതിന് പോയി. ഇന്നിനിയിപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് പോകാൻ. ഇന്നലെ ജിഷ്ണേച്ചി ഉണ്ടായിനെ, നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ അമ്മ. പിന്നെ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര കാലുവേദന. പ്രതിയാട്ടനാണെങ്കിൽ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയിട്ടാണുള്ളത്, അല്ലെങ്കിൽ പ്രതിയാട്ടം കൊണ്ടാക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് വരാം. അങ്ങനെ ഇതാ മീറ്റിങ്ങും കഴിഞ്ഞിട്ട് ഞാൻ ദേവുവിനെയും മുത്തിനെയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോവാനേ. അപ്പോൾ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ട് 1 മാസമായല്ലോ. അപ്പോൾ നമ്മളെ കുട്ടിയൊക്കെ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ, ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മീറ്റിംഗ് വിളിച്ചിട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ദേവൂട്ടിക്ക് ഇപ്പം നല്ല മാറ്റമുണ്ട്. ദേവൂട്ടി ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി കേട്ടോ. പണ്ടത്തേനെക്കാട്ടിയും കൂടുതൽ ആൾക്കാരോട് നല്ലോണം സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ടേ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം വലിയ സന്തോഷമാണ്. ഇല്ലെങ്കിൽ ഓള് നമ്മളെ വീട്ടിലുള്ള ആളോട് പോലും മര്യാദക്ക് മിണ്ടലില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അപ്പോഴത്തേക്ക് എൻ്റെ 2 ട്യൂഷൻ കുട്ടികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫുഡ് കൊണ്ടല്ലുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവരവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കലാണ്. അപ്പം ഞാൻ സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് കഴിക്കാണ്ടാണേ പോയിട്ടുണ്ടായിന്. അങ്ങനെ വീട്ടിലെത്തുമ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. അങ്ങനെ ഞാനിതാ ചോറും പിന്നെ ചക്കക്കുരു വറവും കടച്ചക്ക കറിയും പിന്നെ നമ്മളെ മീനിൻ്റെ തല വറുത്തതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് പോകുന്ന സമയത്ത് എനിക്ക് വിശക്കൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടിയിട്ടുമില്ല കേട്ടോ. നേരത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ, എല്ലാം കൂടെ ഭയങ്കര തിരക്കായിപ്പോയി. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കാണ്ടാണ് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ വന്നിട്ടാകുമ്പോൾ ഞാൻ ആസ്വദിച്ച് ഫുഡ് കഴിക്കലാന്ന് കേട്ടോ. അപ്പോൾ ആ പിള്ളേരും അവർ ചമ്മന്തിട്ടി സ്കൂളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അവരെ 3:30 ആകുമ്പോഴത്തേക്ക് വിടും. അങ്ങനെ അവർ നേരത്തെ എത്തും. പിന്നെ ബാക്കി ചുഴലി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരും എത്തിയിട്ട് ഒന്നിച്ചാന്ന് ട്യൂഷൻ എടുക്കുക. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ എല്ലാവർക്കും ട്യൂഷൻ എടുത്തു കേട്ടോ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന്, എൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ പറ്റിയിട്ടില്ല. ലാസ്റ്റ് എല്ലാവരും പോയിട്ട് ഇതാ നമ്മളെ ഉണ്ണിക്കുട്ടൻ മാത്രം ഉണ്ടായ സമയത്താണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ. അതുവരെ എനിക്ക് മറന്നുപോയിട്ടുണ്ടായിനെ. അച്ഛൻ മക്കൾക്ക് സെറ്റാക്കി കൊടുത്ത സ്റ്റഡി ടേബിൾ കണ്ടോ, ഇഷ്ടംപോലെ സൗകര്യമായി കേട്ടോ. നേരത്തെ ഇവിടെ ഒരു കുഞ്ഞു മേശയാണ് ഉണ്ടായിന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 2 ആളെ ബാഗും പുസ്തകവും കാര്യങ്ങളും എല്ലാം വെക്കണ്ടേ. പിന്നെ ഇവരെ വള മാല അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം വെക്കണം. അതുകൊണ്ട് ഇതാ കുറച്ച് നീളത്തിലില്ലേ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ടിലിതാ ഇങ്ങനെ തിരിച്ചിട്ടിട്ടുണ്ട്. കുറേ തുണിയെല്ലാം ഇനി മടക്കി വെക്കാനുണ്ട് അത്ര. കുറേ നമ്മൾ ഇതാക്കി കേട്ടോ. മക്കളെ ഡ്രസ്സെല്ലാം ഇവിടെയാണ് കേട്ടോ വെക്കൽ. നമുക്കിനി ഒരു ഷെൽഫിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. ആവശ്യമല്ല, അത്യാവശ്യം തന്നെയാണ് കേട്ടോ. ഈ ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മളെ കല്യാണം കഴിയുമ്പോൾ ഉള്ളതാണ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നിറച്ചും എൻ്റെയും പ്രതിയാടിൻ്റെയും ഡ്രസ്സാണ്. അപ്പം മക്കളത് ഇങ്ങനെ ഒരു പെട്ടീൻ്റെ അകത്ത് നല്ല ഡ്രസ്സും ഒരു പെട്ടീൻ്റെ അകത്ത് പിന്നെ വീട്ടിലുള്ള ഡ്രസ്സും അങ്ങനെയുള്ളതാണ് കേട്ടോ വെക്കൽ. അപ്പോൾ ഷെൽഫെല്ലാം വാങ്ങണമെന്നുണ്ട്. ഇപ്പം മഴക്കാലമെല്ലാം ആയതുകൊണ്ട് പ്രതിയാടിനെല്ലാം പണി കുറവായതുകൊണ്ട്
നമ്മളത് പിന്നെ ഇനി എപ്പോഴെങ്കിലും വാങ്ങാമെന്നെല്ലാം വിചാരിച്ച് നിൽക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഇതാണ് നന്ദൂൻ്റെയും ദേവൂൻ്റെയും റൂം എന്ന് പറയാം കേട്ടോ. ഇവർ ഇതിൻ്റെ അകത്ത് കിടക്കലൊന്നുമില്ല. ഇപ്പം അമ്മ വന്നതുകൊണ്ട് അമ്മ ഈ റൂമിൽ കിടക്കും, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കിടക്കും അങ്ങനെ. അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് നന്ദു പഠിക്കുകയെല്ലാം ചെയ്യുക. ഇപ്പോൾ ഇതാ കുറേ ചിത്രങ്ങളെല്ലാം വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതാ ഭയങ്കരം ചെടി ഇതേ നന്ദു അതെ കുറേ വരച്ചിട്ട് ഒട്ടിക്കാനുണ്ട്. പോലും ചുമര് നിറച്ച് ഒട്ടിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇതാ ശ്രീനന്ദാന്ന് എഴുതിയിട്ട് അതിൻ്റെ മാത്രം അടിയിലായിപ്പോയി. ഇവിടെ സ്ഥലം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം പിന്നെ നന്ദു കഴിഞ്ഞല്ല, അതിന് മുന്നത്തെ കൊല്ലങ്ങാനും വരച്ചാണ് ഇത്. അപ്പോൾ ഇതാ നന്ദുവിൻ്റെയും ദേവുവിൻ്റെയും ടൈം ടേബിൾ ഞാൻ എഴുതി വെച്ചത്. ഇതെല്ലാം എൻ്റെ കലാവിരുതുകളാണ് കേട്ടോ. അപ്പോൾ ഇതില്ലേ നമ്മൾ ഇവരെ ബുക്കിന് ഒട്ടിക്കാൻ വേണ്ടിച്ച സ്റ്റിക്കറിൻ്റെ ആ പേപ്പറാണ്. സ്റ്റിക്കറെല്ലാം കഴിഞ്ഞ നേരം ബാക്കി ഉണ്ടായ ആ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എഴുതി. പിന്നെ ഇത് ഇവിടെ കുറച്ച് സ്ഥലം ഉണ്ടായത് കൊണ്ട് ഞാൻ ദേവുവിൻ്റെത് ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേവുവിന് പിന്നെ ഓരോ ദിവസം ഓരോ വിഷയമാണ്, അതുകൊണ്ട് കുറേ സ്ഥലമൊന്നും വേണ്ട. പിന്നെ ഇതെല്ലാം ഇല്ലേ സ്റ്റിക്കറിൻ്റെ സംഭവങ്ങളാണ് കേട്ടോ. അതെല്ലാം ഞാനിവിടെ ഒട്ടിച്ചിട്ട് ഇതാക്കിയതാണ്. പിന്നെ നന്ദുവിൻ്റെ ടൈം ടേബിള് അങ്ങനെ ഇതെല്ലാം ഇവരെ ആഭരണപ്പെട്ടികളാണ് കേട്ടോ. ഇപ്പം അടുക്കി വെച്ചിട്ടുണ്ട്. നാളെ നോക്കിക്കഴിഞ്ഞാൽ ഇത് മൊത്തം ഇവിടെ മൊത്തം നിരന്ന് കിടക്കുന്നുണ്ടാവും. അപ്പം തൽക്കാലം ഇങ്ങനെ ഈ റൂമെല്ലാം ഒന്ന് സെറ്റാക്കി. ഇനിയും ഉണ്ടത്ര കേട്ടോ. പിന്നെ വീട്ടിൽ നമ്മളിങ്ങനെ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് മഴക്കാലമാകുമ്പോൾ തുണി ആറിയിടാൻ വേണ്ടിയിട്ട് അയലെല്ലാം കെട്ടിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ റൂമെല്ലാം എന്തോ പോലെ. പിന്നെ എന്നാ പിന്നെ അതിൻ്റെ മുകളിലെല്ലാം ഫുൾ എൻ്റെ TTC പഠിക്കുമ്പോൾ ചാർട്ടും കാര്യങ്ങളെല്ലാം കേട്ടോ. പിന്നെ നമുക്കിത് ഇടയിൽ ഒരുപാട് സാധനങ്ങളാണ്, അതൊന്നും ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നില്ല. കുറേ ഒതുക്കാനുണ്ട്. അപ്പോൾ ഇനിയും ഒരുപാട് ഒതുക്കാനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. ഈ തട്ട് ഫുള്ള് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നാ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടണേന്ന്. പക്ഷെ നമ്മൾ എത്ര ഒതുക്കി കഴിഞ്ഞാലും മക്കളില്ലതല്ലേ, അവരൊരു പ്രായമാവുന്നത് വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. ഞാൻ തന്നെ ഒതുക്കും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ഇവർ വലിച്ചിടും. അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ പറയും കേട്ടോ. അതായത് ഇപ്പോൾ അമ്മ എന്നോട് ഇടുന്ന് പറഞ്ഞത്, കുഞ്ഞു പിള്ളേരെല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങനെ തന്നെയാണ്, അവർ വലുതായി കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ കുറേ ഒതുക്കാനുണ്ട്. പിന്നെ ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു ഷെൽഫ് വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് അതിലേക്ക് കയറ്റാം. പിന്നെ അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹോം ടൂർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അധികം വൈകാണ്ട് തന്നെ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അനുശ്രീ, ഓളിപ്പം കുറേ പ്രാവശ്യമായി എന്നോട് പിന്നെ പേഴ്സണലായിട്ടും നമ്മളെ വീഡിയോ ഒക്കെ കമൻ്റായിട്ടും ചോദിക്കലുണ്ട് കേട്ടോ, ഹോം ടൂർ വീഡിയോ ചെയ്യുമോ. അപ്പോൾ എന്തായാലും ഞാൻ അധികം വൈകാണ്ട് തന്നെ ഹോം ടൂർ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ സ്കൂളിൽ മീറ്റിങ്ങിന് പോയി വന്ന് പിന്നെ ഞാൻ ട്യൂഷൻ എടുക്കാനിരുന്നു. അന്നേരം എനിക്ക് ഓർമ്മയില്ല കേട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ. കുട്ടികളെല്ലാം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിന്. എല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റ് ഒരാളുണ്ടായാലാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മൾ റൂമിലേക്ക് കയറിയിട്ടുണ്ടായിന്. എല്ലാവരും കൂടി ഇത് ഫുൾ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലായിരുന്നു. ഇപ്പോൾ ഫുഡെല്ലാം ഉച്ചക്കത്തത് ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മീൻ വറുക്കാനുണ്ട്, അത് വറുക്കണം. പിന്നെ എനിക്ക് ആ പനി ശരിക്കും അങ്ങ് മാറിയിട്ടില്ലാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം, ഭയങ്കര കാലുവേദന. ഞാൻ ഉച്ചയ്ക്ക് വരട്ടില്ലേ, ഭയങ്കര കാലുവേദന. അപ്പോൾ ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി വീഡിയോ ഞാൻ എടുക്കുമെന്ന് അറിയില്ല, നമുക്ക് മറന്നു പോകുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് വിചാരിച്ച് കിടക്കാൻ പോകുമ്പോൾ അതെനിക്ക് ഓർമ്മ വന്നത് മക്കളെ പഠിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ പിന്നെ വേഗം എണീറ്റ് വന്നു. അപ്പോഴത്തേക്ക് നന്ദു നേരത്തെ ഹോംവർക്കെല്ലാം ചെയ്യാൻ വേണ്ടി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്ദുവിന് ഡയറിയും അങ്ങനെ എന്തെല്ലാം എഴുതാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദു എഴുതുന്നുണ്ടായിനി. പിന്നെ പഠിക്കുമ്പോൾ നന്ദുവിൻ്റെ കൂടെ തന്നെ ഞാൻ ഇരിക്കണം കേട്ടോ. വായിക്കാനെല്ലാം ആയാലും ഞാൻ ഇരുന്നിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രമേ നന്ദു വായിക്കുകയും പഠിക്കുകയും ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ഇങ്ങനെ ഉഴപ്പിക്കളിക്കും. പിന്നെ ഇനി ദേവുവിനെ എഴുതിക്കലാണ് ഏറ്റവും വലിയ പണി. കാരണം എന്താ വെച്ചാൽ ദേവുട്ടി ഇപ്പം സ്കൂളിൽ പോയി തുടങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് പെൻസിൽ പിടിക്കാനാവുന്നതേ ഇല്ലു കേട്ടോ ദേവുട്ടി. അപ്പോൾ സ്വന്തമായിട്ട് എഴുതാനൊന്നും ആയില്ല. പിന്നെ അങ്ങനെ നിർബന്ധിച്ച് നമ്മൾ ചെയ്യിക്കലില്ല. സ്കൂളിൽ നിന്നായാലും അതെ, കുഞ്ഞു കുട്ടികളല്ലേ, ടീച്ചർമാരായാലും അങ്ങനെ നിർബന്ധിച്ചൊന്നും ചെയ്യിക്കുന്നില്ല. എന്നാലും ജസ്റ്റ് ചെറുതായിട്ടൊരു 2-3 ലൈനെല്ലാം ഇങ്ങനെ എഴുതാനെല്ലാം കൊടുത്തേക്കോട്ടാ. അപ്പോൾ ജസ്റ്റ് ഞാൻ കൈക്കൊരു സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ദേവുട്ടീനെ കൊണ്ട് എഴുതിക്കുവാന്നേ ചെയ്യുന്നത്. അപ്പോൾ ദേവൂട്ടീൻ്റെ പഠിത്തം കഴിഞ്ഞ് ദേവൂട്ടിക്ക് ഇതാ ഫുഡും കൊടുത്തിട്ട് ദേവൂട്ടി ഉറങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉറങ്ങും കേട്ടോ. ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വന്നപ്പാട് ഉറങ്ങുവേ, ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരത്തെ ഉറങ്ങും. ഇതാ എപ്പോഴും ഒരു കളിക്കുന്ന ഫോണെല്ലാം കഴിയുമ്പോൾ തന്നെ വേണം. അങ്ങനെ ദേവൂട്ടീനെ ഉറക്കിയിട്ടാകുമ്പം പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഞാനിതാ രാത്രി ഞാൻ ചോറ് കഴിക്കലില്ലല്ലോ. അപ്പോൾ രാവിലത്തെ എന്തെങ്കിലും കടിയുണ്ടെങ്കിൽ അത് കഴിക്കും, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും കഴിക്കില്ല. പിന്നെ എന്തെല്ലോ വെറൈറ്റി ഫുഡ് കഴിക്കലാണ് എൻ്റെത് കേട്ടോ. അപ്പോൾ അമ്മ കൊണ്ട് തന്നെ നൂൽപ്പിട്ടുണ്ടായിനി, അതും കടച്ചക്കറിയും
ചക്കക്കുരു വറവും മീൻ വറുത്തതും വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. ഇവരെല്ലാവരും ചോറാണേ, ടി വി കണ്ടുകൊണ്ട്. അതിൻ്റെ ഇടയിൽ അമ്മക്ക് കോള് വന്നിട്ട് അമ്മ ഫോൺ വിളിച്ചുകൊണ്ട് ചോറുണ്ണുന്നുണ്ട്. ഞാനപ്പിത് നൂൽപുട്ടും കറിയും മീൻ വറുത്തതും എല്ലാം കൂട്ടി തിന്നലാണേ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് പാത്രമെല്ലാം കഴുകി വെച്ചു. കുറച്ച് പണികളെല്ലാം കഴിഞ്ഞു. അമ്മയും പിന്നെ ദേവും നന്ദും എല്ലാം കിടന്നു കേട്ടോ. ദേവു നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിനി. അമ്മയും നന്ദുവും കിടന്നു. ഹൃദയേട്ടൻ പിന്നെ സിനിമ കണ്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അമ്മയെ കിടക്കൂലു. അപ്പോൾ എന്തായാലും ഞാനും കിടക്കാമെന്ന് വിചാരിക്കുന്നത്. സമയം 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ച് ഫോണെല്ലാം നോക്കി കുറച്ച് വീഡിയോസ് എല്ലാം കണ്ട്. ഇന്നൊന്നും അങ്ങനെ വീഡിയോസോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. സമയം ഉണ്ടായിട്ടേ ഇല്ല. പകൽ ഫുള്ള് തിരക്കല്ലേനോ. അതുകൊണ്ടൊന്ന് ഇല്ലെങ്കിൽ പണിയെല്ലാം ഒരുങ്ങിയിട്ട് കുറച്ച് സമയം ഇങ്ങനെ കട്ടുമ്പോൾ കിടന്നുകൊണ്ട് പിന്നെ വീഡിയോസ് എല്ലാം കാണും കേട്ടോ. അപ്പോൾ ഇന്നൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ കുറച്ച് വീഡിയോസ് എല്ലാം കാണണം. പക്ഷെ റേഞ്ച് കിട്ടുന്നേ ഇല്ല കേട്ടോ. രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഇവിടെ BSNL റേഞ്ച് കിട്ടുന്നേ ഇല്ല. പകലെന്തോ ഭാഗ്യത്തിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് വിശേഷം. പറ്റുന്നതെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ കുറേയൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ മറന്നു പോകും. പിന്നെ ചിലപ്പോൾ എടുക്കേണ്ട സാഹചര്യം ആയിരിക്കുമല്ലോ ഓരോ പണിത്തിരക്കാകുമ്പം. അങ്ങനെയെല്ലാം. പിന്നെ ദേവുവിൻ്റെ ക്ലാസ്സിൽ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് കേട്ടോ. പക്ഷേ ഞാൻ പോകുമ്പോഴത്തേക്ക് ഒരുവിധ ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് ഭയങ്കര മടിയായിപ്പോയി. എന്നിട്ട് എന്നോട് പ്രതിയാടനും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ സ്കൂളിൽ പോയതൊന്നും വീഡിയോ എടുത്തിട്ടില്ലേ ഇത്. എന്നാ എന്തോ എടുത്തു എന്നാ എന്തോ എടുക്കാൻ പറഞ്ഞു കേട്ടോ നന്ദു. അപ്പോൾ വേറെന്താ, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.